എറണാകുളം പനങ്ങനാട് ജംഗിൾ പാർക്കിൽ 5 വയസ്സുകാരൻ ചതുപ്പിൽ വീണ് മരിച്ച സംഭവത്തിൽ കിഴക്കമ്പലം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷ പ്രതിഷേധം. പാർക്കിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകിയ ഭരണസമിതി രാജിവെക്കണം എന്നാണ് ആവശ്യം ആയ രേഖകളില്ലാതെയാണ് പാർക്ക് പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തി സെക്രട്ടറി കഴിഞ്ഞ ദിവസം പാർക്കിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ലാൽ കൃഷ്ണ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ലാല്, ഒരു കുഞ്ഞിന്റെ ജീവൻ പോയ പാർക്കാണ്. എന്താണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്? പ്രതിഷേധം എങ്ങനെയാണ് അവർ തുടരുന്നത്? ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ട സംഭവമാണ് എന്നതിനേക്കാൾ ഉപരി ഇതിനകത്ത് രാഷ്ട്രീയമാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം. അതായത് പാർക്കിന്റെ ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങൾ, അശാസ്ത്രീയ നിർമ്മാണം എന്നിവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പാർക്കിന്റെ ലൈസൻസ് അല്ല, പാർക്കിന്റെ പ്രവർത്തനാനുമതി താൽക്കാലികമായി നിർത്തുന്ന രീതിയിലേക്കുള്ള നടപടിയിലേക്ക് പഞ്ചായത്ത് പോയത്. പഞ്ചായത്ത് സെക്രട്ടറിയാണ് നോട്ടീസ് കൊടുത്തത്. പക്ഷേ ഈ പാർക്കിന് ലൈസൻസ് വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് ഭരണത്തിലിരിക്കുന്ന 2020 ആരോപിക്കുന്നത്. അത് സെക്രട്ടറിയാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി എന്ന രീതിയിലായിരുന്നു പഞ്ചായത്തിന്റെ ഭരണസമിതിയായിട്ടുള്ള 2020യുടെ വാദം. പക്ഷേ പ്രതിപക്ഷ അംഗങ്ങൾ, ചരിത്രത്തിൽ ഏറെ കാലത്തിന് ശേഷമാണ് അവിടെ UDFന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷം കൂടി രൂപപ്പെട്ടത്. അവർ ആരോപിക്കുന്നത് നിലവിലുള്ള ഭരണപക്ഷത്തിന്റെ കെടുകാര്യസ്ഥതയുടെ ഭാഗമാണ്, നികുതി വെട്ടിപ്പിന്റെ ഭാഗമാണ് നിലവിലെ ഈ നീക്കങ്ങൾ. അതുകൊണ്ട് തന്നെ ഭരണസമിതിയിലുള്ളവർ രാജിവെക്കണം എന്നതാണ് നിലവിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത്. ഇപ്പോൾ നിലവിൽ കിഴക്കമ്പലം പഞ്ചായത്തിനകത്ത് ഭരണസമിതിയുടെ യോഗം ചേരുന്നുണ്ട്. തുടർ നടപടികൾ എന്തെല്ലാം വേണം എന്നീ കാര്യങ്ങളടക്കം ചർച്ച ചെയ്യുന്നതിനാണ് യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ യോഗം ചേരുന്നതിന് തൊട്ട് മുൻപാണ് പഞ്ചായത്തിന് പുറത്ത് പ്രതിപക്ഷ അംഗങ്ങൾ ബാനർ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. സംഭവത്തിൽ കർശന നടപടി വേണമെന്നും കുറ്റക്കാർക്കെതിരായിട്ടുള്ളവർക്ക് നടപടി എടുക്കുന്നതിനോടൊപ്പം ഭരണസമിതി രാജിവെക്കണമെന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തണം എന്നീ കാര്യങ്ങളാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.